തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ സാധുത സുപ്രീം കോടതി നിശ്ചയിക്കുന്നതുവരെ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഉത്തരവ് ഇന്ന് ബോണ്ടുകളിലൂടെ കള്ളപ്പണം വെള്ളപ്പണമാവുകയാണ് ചെയ്യുകയെന്ന് സുപ്രീം കോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും അറിയില്ലെന്നും കോടതി പരിഹസിക്കുകയുണ്ടായി. അതേസമയം വാദത്തിനിടെ സുതാര്യത തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി ഇല്ലാതാകാൻ കാരണമാകുമെന്ന വിചിത്രവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. സാധുതയിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനമെടുക്കും വരെ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടാകുക. ഉറവിടം വെളിപ്പെടുത്താത്ത ബോണ്ടുകൾ കള്ളപ്പണം ഇല്ലാതാക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദത്തെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇത്തരം ബോണ്ടുകളിലൂടെ കള്ളപ്പണം വെള്ളപ്പണമാവുകയാണ് ചെയ്യുകയെന്നായിരുന്നു കോടതി നിരീക്ഷണം. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒന്നും അറിയില്ലെന്നും വാദത്തിനിടെ സുപ്രീം കോടതി പരിഹസിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഏത് പാർട്ടി എത്ര ബോണ്ട് വാങ്ങിയെന്ന് തങ്ങൾക്കറിയാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലവിലെ രീതി തുടരാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യം. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം വിചിത്രവാദവും കേന്ദ്ര സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. സുതാര്യത തെരഞ്ഞെടുപ്പ് ബോണ്ടില്ലാതാകാൻ കാരണമാകുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കോടതിയിൽ വാദിച്ചത്. ന്യായമായ പണം വേണ്ടിയിടത്തു നിന്നൊക്കെ ലഭ്യമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. ബാങ്കുകൾക്ക് ഉപഭോക്താവിനെ മാത്രമേ അറിയൂ. ഏത് ബോണ്ട് ഏത് പാർട്ടിക്ക് ലഭിച്ചുവെന്ന് ബാങ്കുകൾക്ക് അറിയില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉറവിടം മാത്രമേ KYCയിലൂടെ മനസ്സിലാക്കാനാകൂ. ഇടപാടിന്റെ വിശ്വാസ്യതയ്ക്ക് അതുമാത്രം പോരെന്നായിരുന്നു സുപ്രീം കോടതി നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. റെക്കോർഡ് ലാഭം ആവർത്തിച്ച് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ 2018-19 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം 258.29 കോടി രൂപയാണ് ലാഭം. 17 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മികവുറ്റ നേട്ടം സ്വന്തമാക്കിയത്. പ്രളയം അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തവണ ലാഭത്തിൽ 10 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. മാർച്ച് 31 അവസാനിച്ച് 2018-19 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ സുവർണ നേട്ടം സ്വന്തമാക്കിയത്. 17 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചപ്പോൾ ആകെ ലാഭം 258.29 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14 സ്ഥാപനങ്ങളായിരുന്നു ലാഭത്തിലായത്. KMML, TCC, ടൈറ്റാനിയം, കെൽട്രോൺ, KSDP, ടെൽക് തുടങ്ങിയ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം ഇത്തവണയും ആവർത്തിച്ചു. മീറ്റർ കമ്പനി, കേരള സെറാമിക്സ്, മെറ്റൽ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ലാഭപട്ടികയിൽ കടന്ന പുതുമുഖ സ്ഥാപനങ്ങൾ. UDF സർക്കാരിന്റെ അവസാന വർഷം പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ 132 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. എന്നാൽ ഈ സർക്കാർ വന്ന ആദ്യ വർഷം തന്നെ നഷ്ടം 71 കോടിയായി കുറച്ചു. തുടർന്ന് 2017-18 സാമ്പത്തിക വർഷത്തിൽ 248 കോടി രൂപയുടെ റെക്കോർഡ് ലാഭത്തിലെത്തിച്ചു. പ്രളയമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തവണ ലാഭത്തിൽ 10 കോടി രൂപയുടെ വർധനവാണുണ്ടായത്. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലും കേന്ദ്ര സർക്കാർ വിറ്റുതുലയ്ക്കുമ്പോഴാണ് കേരളത്തിന്റെ നേട്ടം എന്നതും ശ്രദ്ധേയം. കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ച പാലക്കാട് ഇൻഡസ്ട്രീസ് ഏറ്റെടുക്കാനും ഒപ്പം കാസർഗോഡുള്ള BHELന്റെ 51% ഓഹരി വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും പൊതുമേഖലയെ സംരക്ഷിക്കുമെന്ന നിലപാടിന്റെ ഭാഗം തന്നെയായി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കാനും വികസന പ്രവർത്തനങ്ങൾക്കുമായി വിപുലമായ പദ്ധതികളാണ് വ്യവസായ വകുപ്പ് നടപ്പാക്കുന്നത്. രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഈ കേരള ബദൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ കൊട്ടേഷൻ തുക 30,000 രൂപ. പ്രതികൾക്ക് തുക നൽകിയത് കാസർഗോഡ് കൊട്ടേഷൻ സംഘമാണ്. 1 കോടി രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ നൽകിയത്. എന്നാൽ ബ്യൂട്ടി പാർലറിനകത്തു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനായിരുന്നു പദ്ധതി. അത് നടക്കാതെ വന്നപ്പോഴാണ് 30,000 രൂപ മാത്രം നൽകിയത്. സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് ക്രൈംബ്രാഞ്ച്. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഈ വെടിയുതിർത്ത 2 പേരെ ഇന്നലെ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണോ കൊട്ടേഷൻ സംഘങ്ങളിലേക്കുള്ള വെളിപ്പെടുത്തലുകളും ഏത് വഴിക്കാണ് കൊട്ടേഷൻ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളും കൊട്ടേഷൻ ഉറപ്പിച്ച തുകയുമൊക്കെ പുറത്തേക്ക് വന്നത്? മനു, ഇന്നലെയാണ് ഈ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട 2 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സ്വദേശികളായ ബിലാൽ, വിപിൻ വർഗീസ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. ഇവരെ ഇന്ന് ഈ വെടിവെപ്പുണ്ടായ ബ്യൂട്ടി പാർലറിന് സമീപം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ പിടികൂടിയത് കൊണ്ട് തന്നെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ ഇന്നലെ ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് ഇവർ ഇത്തരത്തിൽ തങ്ങൾക്ക് ലഭിച്ച കൊട്ടേഷൻ തുക 30,000 രൂപയാണ് എന്ന് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് നൽകാനിരുന്ന കൊട്ടേഷൻ തുക 1 കോടി രൂപയായിരുന്നു. ഈ കൊട്ടേഷൻ തുക നൽകിയത് കാസർഗോട്ടുള്ള ക്രിമിനൽ സംഘമാണ് എന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 1 കോടി രൂപയായിരുന്നു ഇവർക്ക് നൽകാനിരുന്നത്. ഇവരെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിന് സമീപം എത്തുക, ബ്യൂട്ടി പാർലറിന് അകത്ത് കയറുക, വെടിവെപ്പ് ഉൾപ്പെടെ നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം
മടങ്ങുക എന്നതായിരുന്നു ഇവരെ ഏൽപ്പിച്ച ദൗത്യം. എന്നാൽ അത് പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ബ്യൂട്ടി പാർലറിന്റെ അകത്തേക്ക് കയറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കയറി പോകും വഴി അവിടെയുള്ള സെക്യൂരിറ്റിയെ കണ്ട് ഇവർ 2 തവണ വെടിയുതിർത്ത ശേഷം ബൈക്കിൽ കയറി കടന്നു കളയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം മുഴുവനായി പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ 1 കോടി രൂപ ഇവർക്ക് നൽകിയില്ല. പകരം 30,000 രൂപ മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഈ ഇന്നലെ പിടിയിലായ 2 പേരും സംബന്ധിച്ചിട്ടുണ്ട്. കാസർഗോട്ടുള്ള കൊട്ടേഷൻ സംഘമാണ് ഇവർക്ക് ഈ തുക നൽകിയത്. രവി പൂജാരിയുമായി ബന്ധമുള്ളവരാണ് ഈ കാസർഗോട്ടെ ക്രിമിനൽ സംഘം. അവരാണ് ഈ 2 യുവാക്കളെ വെടിയുതിർക്കാനായി നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനിയും പ്രതികളുടെ എണ്ണം കൂടും എന്ന വിവരം ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് രവി പൂജാരിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ടായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. മറ്റു പ്രതികളാരും പിടിയിലായിരുന്നില്ല. എന്നാൽ ഇന്നലെ ഈ വെടിയുതിർത്ത 2 യുവാക്കളെ പിടികൂടാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ പേരെക്കുറിച്ചും ഇവരിൽ നിന്ന് വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. പ്രത്യേകിച്ച് കാസർകോട്ടെ കൊട്ടേഷൻ സംഘം ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാകും. അവരെ ഉടൻ പിടികൂടാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഏതായാലും ഇന്നലെ പിടിയിലായ ഈ 2 പേരെ ഇന്ന് 11 മണിയോടെ കടവന്ത്രയിലുള്ള ബ്യൂട്ടി പാർലറിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇവരെ ഇന്ന് തന്നെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉമേഷ്, അതായത് ആരാണ് ഈ കൊട്ടേഷൻ വർക്ക് ഏൽപ്പിച്ചത്, രവി പൂജാരി എങ്ങനെ ഇതിലേക്ക് ഈ കേസിലേക്ക് വരുന്നു തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം ഊർജിതമാക്കാനാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? തീർച്ചയായും അത്തരത്തിലുള്ള ലിങ്കുകളാണ് ഇനി ക്രൈംബ്രാഞ്ചിന് ലഭിക്കേണ്ടത്. നിലവിൽ ഇവർക്ക് കൊട്ടേഷൻ നൽകിയത് കാസർഗോട്ടുള്ള സംഘമാണ് എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കാസർഗോട്ടുള്ള സംഘത്തിന് രവി പൂജാരിയുമായി ബന്ധമുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നുള്ളതായിരുന്നു രവി പൂജാരിയുടെ ഉദ്ദേശം എന്നുള്ളത് ഇവർ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ ബ്യൂട്ടി പാർലർ ലീന മരിയ പോളിനെ ഈ വെടിവെപ്പ് ഉണ്ടായതിനു മുൻപും ശേഷവും രവി പൂജാരി വിളിച്ചിരുന്നു. 25 കോടി രൂപ നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഈ രവി പൂജാരിക്ക് നേരിട്ട് ഈ വെടിവെച്ചവരുമായി ബന്ധമില്ല. പകരം കാസർഗോട്ടുള്ള ക്രിമിനൽ സംഘമായാണ് ബന്ധം. അവർ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഈ എറണാകുളത്തുള്ള യുവാക്കളെ എന്നുള്ളതാണ് ഇതുവരെ വിവരം ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളെല്ലാം ക്രൈംബ്രാഞ്ചിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അഴിമതി കേസ്. വിജിലൻസ് കമ്മീഷൻ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്നാണ് വിജിലൻസ് എഫ്ഐആറിൽ പറയുന്നത്. ജീവൻ നൽകും വിശദാംശങ്ങൾ. ജീവൻ, ഡ്രഡ്ജർ വാങ്ങിയ സംഭവത്തിൽ, തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയ സംഭവത്തിൽ 14 കോടിയോളം രൂപയുടെ അഴിമതി നടന്നു എന്നാണ് കേസ്. എന്താണ് ഈ എഫ്ഐആറിൽ പൂർണ്ണമായും പറയുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? മനു, തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് ക്രമരഹിതമായും ടെൻഡർ ഇല്ലാതെയും ടെൻഡർ നടപടിക്രമങ്ങൾ മറികടന്നും വസ്തുവകൾ വാങ്ങിക്കൂട്ടിയത് വഴി സംസ്ഥാന ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നതാണ് വിജിലൻസിന്റെ പ്രധാനമായുമുള്ള കണ്ടെത്തൽ. ആദ്യം ഇത് സംബന്ധിച്ചൊരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ ഓഡിറ്റ് വിഭാഗമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ആദ്യ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഒരു വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിനായി തീരുമാനിച്ചിരുന്നത്. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിലും ജേക്കബ് തോമസിനെതിരെ പ്രഥമ ദൃഷ്ടി കേസെടുക്കാവുന്നതാണ് എന്ന കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജേക്കബ് തോമസിനെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷത്തിലേറെയായി ഇത് സംബന്ധിച്ചുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന ഘട്ടത്തിൽ ടെൻഡർ നടപടിക്രമങ്ങളിൽ 7ാമത് വന്നൊരു കമ്പനിക്കാണ് ഇതിന്റെ സാമഗ്രികൾ നൽകുന്നതിനുള്ള ടെൻഡർ കരാർ ഉറപ്പിച്ചത്. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ല. വകുപ്പ് മേധാവി എന്നുള്ള തലത്തിൽ ക്യാബിനറ്റിന്റെയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെയോ വകുപ്പ് സെക്രട്ടറിയുടെയോ അനുമതി വാങ്ങിയിരിക്കണമെന്നതാണ് ചട്ടം. ആ ചട്ടം മറികടന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ടെൻഡർ നൽകി എന്നതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കൂടിയ തുക കോട്ട് ചെയ്ത കമ്പനികളെ കുറഞ്ഞ കോട്ട് ചെയ്ത കമ്പനികളെ ഒഴിവാക്കിയാണ് താരതമ്യേന കൂടിയ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് ജേക്കബ് തോമസ് കരാർ ഉറപ്പിച്ചത് എന്നതായിരുന്നു പ്രധാനമായുമുള്ള കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച് വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 ഇത് സംബന്ധിച്ചുള്ള FIR രജിസ്റ്റർ ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ അനുമതി വിജിലൻസ് ഡയറക്ടർ ഇന്നലെ ഓടുകൂടി നൽകുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജേക്കബ് തോമസിനെതിരെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വടകരയിൽ ആവേശത്തിരയിളക്കി മുഖ്യമന്ത്രിയുടെ പര്യടനം. വടകരയിലും കൊയിലാണ്ടിയിലും കുറ്റ്യാടിയിലും പതിനായിരങ്ങളാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തത്. വയനാട്ടിലെ LDFന്റെ കരുത്ത് കൽപ്പറ്റയിലെ റോഡ് ഷോയിലൂടെ തെളിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. വടകര മണ്ഡലത്തിലെങ്ങും ആവേശം വിതച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പര്യടനത്തിനെത്തിയത്. ഓരോ കേന്ദ്രങ്ങളിലും പതിനായിരങ്ങൾ പ്രിയ നേതാവിനെ കേൾക്കാനെത്തി. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ നിലപാടിലെ പാപ്പരത്വമാണ് വ്യക്തമാക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോ വയനാട്ടിലെ LDFന്റെ കരുത്തെന്ന് തെളിയിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസുകാരെയും കൂട്ടിയാണ് റോഡ് ഷോ നടത്തിയത്. എന്നാൽ കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമാണ് LDF റാലിയിൽ അണിനിരുന്നതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്ത് വർഗീയതക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങളിൽ വർഗീയത രാജ്യമാകെ അഴിച്ചുപിടിച്ചുള്ള കടന്നാക്രമണങ്ങളെ നേരിടുന്നതിൽ ഉറച്ച നിലപാട് മറ്റാരേക്കാളും ഇടതുപക്ഷമല്ലേ സ്വീകരിച്ചത്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ നിലപാടിന്റെ സത്ത ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടതെന്ന് സന്ദേശം നൽകാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാഹുൽ ഗാന്ധി തയ്യാറാകുമായിരുന്നു. അപ്പോ നിലപാടിന്റെ പാപ്പരത്ത് മത്സരിക്കാൻ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക വേവലാതിയൊന്നുമില്ല. ഇന്ന് കൽപ്പറ്റയിൽ കണ്ടു എന്താണ് LDFന്റെ കരുത്ത്. കേരളത്തിൽ വിവാദത്തിലൂടെ വികസനം മുടക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. വിവാദം വിവാദത്തിന്റെ വഴിക്കും വികസനം വികസനത്തിന്റെ വഴിക്കും പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CN ചന്ദ്രൻ, CK നാണു MLA, മനയത്ത് ചന്ദ്രൻ, P മോഹനൻ, AN ഷംസീർ MLA തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസിന് വർഗീയതയ്ക്ക് കൂട്ടുനിന്ന ചരിത്രമാണുള്ളതെന്ന് പ്രകാശ് കാരാട്ട്. മതനിരപേക്ഷ ഐക്യം തകർക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്, വയനാട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു കാരാട്ട്. കേരളത്തിൽ നടക്കുന്ന പോരാട്ടം UDFും LDFും തമ്മിലാണ്. മതവർഗീയ ശക്തികൾക്കെതിരെ ഇടതു പാർട്ടികൾ പോരാടുമ്പോൾ മതവർഗീയ ശക്തികളെ പലപ്പോഴും കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു. അവസരവാദപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ അവർക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. We know from the history of the past that the Congress party is unreliable when it comes to a firm commitment to fight communalism. Time and again they have compromised with the communal forces. They have made opportunistic deals with the communal forces. കർണാടകത്തിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർക്ക് രാഷ്ട്രീയ തീരുമാനങ്ങൾ പിഴയ്ക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Here is the Congress president. Here is the Congress party which says we are leading this battle against the BJP, and he has come here to fight the LDF and the left. This is the message which has been sent all around the country by this wrong turn he has taken from instead of Karnataka into Kerala in this Lok Sabha election. മാങ്കാവ്, ഒളവണ്ണ റാലികളിലും തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ മുക്കത്തും അദ്ദേഹം സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വയനാട്. കാസർഗോഡ് മണ്ഡലം BJP സ്ഥാനാർത്ഥിയെ ഇരിണാവ് റോഡിൽ ആക്രമിച്ചെന്ന കള്ളക്കഥ പൊളിച്ച് CCTV ദൃശ്യങ്ങൾ. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ ആക്രമണം നടന്നതിന്റെ സൂചന പോലുമില്ല. സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ ഹസ്തദാനത്തിന് ശ്രമിച്ചപ്പോൾ ചില യുവാക്കൾ വിസമ്മതിച്ചത് മാത്രമാണ് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വ്യാജ പരാതിയിൽ യുവാക്കൾക്കെതിരെ കേസെടുത്ത പോലീസും വെട്ടിലായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരിണാവ് റോഡിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയ BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിനെ CPIM പ്രവർത്തകർ ആക്രമിച്ചു എന്നായിരുന്നു വ്യാജ പ്രചരണം. സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ 3 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ അക്രമ സംഭവം നടന്നു എന്ന് പറയുന്ന പ്രദേശത്തെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് BJPയുടെ പ്രചരണം പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞത്. ദൃശ്യങ്ങളിൽ അക്രമത്തിന്റെ ഒരു സൂചന പോലും ഇല്ല. ചില യുവാക്കൾ BJP സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിക്കുന്നത് മാത്രമാണ് ദൃശ്യങ്ങളിലുള്ളത്. യുവാക്കൾ കൈകൊടുക്കാൻ വിസമ്മതിച്ചതിന്റെ ജാള്യത മറക്കാനാണ് അക്രമകഥ മെനഞ്ഞത്. സ്ഥാനാർത്ഥിയെ ആക്രമിച്ചുവെന്നും ബൈക്കിടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു പരാതി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് നടപടികൾക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്.
3 യുവാക്കൾക്കെതിരെ കേസെടുത്ത പോലീസിനെതിരെയാണ് നാട്ടുകാരുടെ വിമർശനം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇടവേള. സോഷ്യൽ മീഡിയയിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ സഹദേവ് ദാസ് IAS. പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം കളക്ടറേറ്റിൽ ചേർന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെയും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയോ മദ്യം, പണം തുടങ്ങിയവ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സഹദേവ് ദാസ് IAS യോഗത്തിൽ വ്യക്തമാക്കി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഓരോ വാഹനങ്ങളുടെയും വ്യക്തിഗത പെർമിറ്റ് അനുവദിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഉടമസ്ഥരുടെ അനുമതിയില്ലാതെ സ്വകാര്യ ഇടങ്ങളിൽ പരസ്യം പതിക്കുന്നവർക്കെതിരെയും പൊതുനിരത്തുകൾ കയ്യേറാനുള്ള എഴുത്തുപ്രചാരണത്തിനെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് യോഗത്തിൽ ജില്ലാ വരണാധികാരിയും ജില്ലാ കളക്ടറുമായ PV നൂവും വ്യക്തമാക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചും ഹരിത തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ജില്ലാ കളക്ടർ യോഗത്തിൽ വിശദീകരിച്ചു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും VVPAT മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് ദിവസം രാവിലെ 6-ന് 50 മോക്ക് പോൾ എല്ലാ ബൂത്തുകളിലും കൃത്യമായി നടത്തും. VVPAT മെഷീൻ പ്രവർത്തനം പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമെങ്കിൽ വിവരലഭ്യതയെക്കുറിച്ച് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കാനും ഭിന്നശേഷി വോട്ടർമാർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സബ് കളക്ടർ വിനയ് ഗോയൽ, പോലീസ് നിരീക്ഷക സോണൽ ചന്ദ്ര, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പത്തനംതിട്ട LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമായി മാത്രമേ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേ ഫലത്തെ കാണാനാകൂ. ഇത്തരത്തിലുള്ള സർവേകൾ തടയണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി യോഗ്യത ഇല്ലെന്ന് തിരുത്തി പറഞ്ഞ സ്മൃതി ഇറാനി. കഴിഞ്ഞ ദിവസം അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സ്മൃതി ഇറാനി വ്യക്തമാക്കിയത്. അതേസമയം 2014 നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി പൂർത്തിയാക്കിയെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വാദം. ഏറെ വിവാദങ്ങളായിരുന്നു BJP കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലി ഉണ്ടായത്. 2014 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്മൃതി ഇറാനി നൽകിയിരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി എന്നാണ്. 1994 ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് കൊമേഴ്സിൽ കറസ്പോണ്ടൻസ് ഡിഗ്രി നേടിയെന്നാണ് അന്ന് നൽകിയ സത്യവാങ്മൂലം. എന്നാൽ 2015 സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് ദില്ലി കോടതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ കേസാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഒടുവിൽ സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെറ്റാണെന്നും +2 വരെ മാത്രമാണ് യോഗ്യതയുള്ളൂ എന്നും തെളിയുകയും ചെയ്തു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച BJP മന്ത്രിക്കെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. സ്മൃതി ഇറാനി രാജിവെക്കണം എന്നുള്ള ആവശ്യം വരെ ശക്തമായി. എന്നാൽ ചെറിയൊരു പിശക് മാത്രമാണെന്ന് പറഞ്ഞ് BJP വിവാദങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികയിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് സ്മൃതി വ്യക്തമാക്കുന്നുണ്ട്. ദില്ലി കോടതിയിലെ കേസും വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ് കേന്ദ്രമന്ത്രിയെ കൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത തിരുത്തി പറയിപ്പിച്ചതെന്ന് വ്യക്തം. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ കോടികൾ വില വരുന്ന ഭൂമിയും വീടും RSS പോഷക സംഘടന തട്ടിയെടുത്തതായി പരാതി. തിരുവിതാംകൂർ ദിവാനായിരുന്ന ശങ്കര സുബ്ബയ്യരുടെ കുടുംബക്കാരുടെ ഭൂമിയും വീടും കള്ളവിൽപത്രം തയ്യാറാക്കി RSS പോഷക സംഘടനയായ സേവാഭാരതി തട്ടിയെടുത്തു എന്നാണ് ആക്ഷേപം. വഴുതക്കാട് ടാഗോർ തിയേറ്ററിന് എതിർവശത്തുള്ള സുന്ദരവിലാസം ബംഗ്ലാവ് തിരുവിതാംകൂർ ദിവാനായിരുന്ന ശങ്കര സുബ്ബയ്യർ പണി കഴിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ 4ാം തലമുറയിൽപ്പെട്ട S. മുത്തുകൃഷ്ണൻ്റെയും സഹോദരി പൊന്നമ്മാളിൻ്റെയും പേരിലായിരുന്നു വഴുതക്കാടുള്ള 27 സെന്റ് സ്ഥലവും കെട്ടിടവും. തലസ്ഥാനത്ത് താമസിക്കുകയായിരുന്ന പൊന്നമ്മാളിന് മക്കളുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് സേവാഭാരതിക്ക് വേണ്ടി തിരുവനന്തപുരം സ്വദേശി രാധാകൃഷ്ണൻ വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്കെടുക്കുന്നത്. എന്നാൽ പൊന്നമ്മാളിൻ്റെ മരണശേഷം RSS സംഘടനയായ സേവാഭാരതി അവരുടെ കള്ളവിൽപത്രം കൃത്രിമമായി സൃഷ്ടിച്ച് വീടും സ്ഥലവും തട്ടിയെടുത്തു എന്നാണ് ആക്ഷേപം. പൊന്നമ്മാളിൻ്റെ സഹോദരൻ്റെ മകനായ കോയമ്പത്തൂർ സ്വദേശി അഡ്വക്കേറ്റ് ശങ്കരമണിയാണ് പരാതിക്കാരൻ. And one thing I am saying, my aunt Ponnammal doesn't have any necessity whatsoever to create such will. She has not done,
she has not prepared any will in favor of this Seva Bharati or Prasannamurthy. This particular will is concocted, fabricated. They have prepared this will. Definitely it's a forgery. They have forged the signature of my aunt. കയ്യേറ്റക്കാർ കെട്ടിടത്തിൽ പ്രവേശിക്കരുതെന്ന് തിരുവനന്തപുരം മുൻസിഫ് കോടതി ഉത്തരവുണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ കയ്യൂക്കുകൊണ്ട് കെട്ടിടം കൈവശപ്പെടുത്തിയിരിക്കുകയാണ് RSS അനുകൂല സംഘടന. കെട്ടിടം കയ്യേറിയതിന്റെ പേരിൽ സേവാഭാരതിയുമായി ബന്ധമുള്ള ഡോക്ടർ പ്രസന്നമൂർത്തി, രാധാകൃഷ്ണൻ അടക്കം 4 പേർക്കെതിരെ മ്യൂസിയം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ ആക്ഷേപങ്ങളെല്ലാം വ്യാജമാണെന്നായിരുന്നു സേവാഭാരതിയുടെ ഭാരവാഹികൾ പീപ്പിളിനോട് പറഞ്ഞത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ വിശദീകരണ നോട്ടീസ്. മതസ്പർദ്ധ ഉളവാക്കും വിധം സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം സംബന്ധിച്ച് 48 മണിക്കൂറിനകം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ S. കാർത്തികേയൻ നോട്ടീസ് അയച്ചത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിവാദ പ്രസംഗം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10നും 50നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി ധർമ്മശാസ്താവിനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരത്തില്ല. വേറൊരാളുണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പുള്ളിക്ക് ഒറ്റ നിർബന്ധം, 10 പെൺപിള്ളാരെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം നടക്കുമ്പോൾ സുന്നി പള്ളികളിൽ ഈ പെണ്ണുങ്ങളെ കയറ്റി നിസ്കരിപ്പിക്കണം. ക്രൈസ്തവ ദേവാലയങ്ങളിലാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളും സർക്കാരിന്റെ നിയന്ത്രണം. ഇപ്പൊ ദേവസ്വം ബോർഡ് CPM-ന്റെ ഒരു ബ്രാഞ്ച് സംഘടനയായിട്ട് മാറി. DYFI, SFI എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഇപ്പൊ അതുപോലെ ഒരു സാധനമായി മാറി. ഞാൻ ചോദിക്കുന്നത്, ഈ അവിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ? പ്രഥമദൃഷ്ട്യാ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇലക്ഷൻ കുറ്റങ്ങൾക്കെതിരെയും പെരുമാറ്റ ചട്ടലംഘനത്തിനെതിരെയും LDF കൊല്ലം മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K. വരദരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രേമചന്ദ്രന്റെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 124A, 153A(b) വകുപ്പുകൾ പ്രകാരവും ജനാധിപത്യ നിയമം 123, 3A, 125 വകുപ്പുകൾ പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ സുപ്രീംകോടതി വിധിയെ ജനമധ്യത്തിൽ വിലകെടുത്തുന്ന പരാമർശം നടത്തിയും ഹാസ്യരൂപേണ അവതരിപ്പിച്ചും കോടതിയുടെ അധികാരത്തിനും അന്തസ്സിനും അവമതിപ്പും ഇടിവും വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിലും സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താൻ പര്യാപ്തമായ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പും ഉൾപ്പെടെയാണ് പരാതിയായി നൽകിയത്. അതേസമയം നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും വിശദീകരണം നൽകുമെന്നും UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോടെത്തും. വൈകിട്ട് 6:30 കടപ്പുറത്താണ് റാലി. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ NDA സ്ഥാനാർത്ഥികളും സംസ്ഥാന നേതാക്കളും വേദിയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പ്രചരണ രംഗത്ത് തന്റെ മുന്നേറ്റം തുടരുന്നു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാറും സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. 3ാം വട്ട പ്രചരണത്തിനെത്തിയ സതീഷ് ചന്ദ്രന് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ അത്യുജ്വല സ്വീകരണമാണ് നൽകിയത്. അക്ഷരാർത്ഥത്തിൽ ജനപദങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ളതാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പൊതുപ്രചാരണ പരിപാടികളും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണങ്ങളും. ആബാലവൃത്തം അത്യാവേശപൂർവ്വമാണ് നഗരഗ്രാമഭേദമന്യേ KP സതീഷ് ചന്ദ്രനെ വരവേൽക്കുന്നത്. സതീഷ് ചന്ദ്രന്റെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ കൈകളിലേന്തിയും ടീഷർട്ടും ബനിയനുകളും ധരിച്ചുമാണ് യുവജനങ്ങളും കുട്ടികളും തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയെ ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നത്. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും സ്വീകരണത്തിന്റെ മാറ്റുകൂട്ടുന്നു. 3ാം വട്ട പ്രചാരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നടത്തിയ പര്യടനത്തിലുടനീളം വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. രക്തസാക്ഷികളുടെ നാടായ കയ്യൂർ ചീമേനി ഗ്രാമങ്ങൾ സതീഷ് ചന്ദ്രനെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ചില മാധ്യമ സർവേ ഫലങ്ങൾ ജനങ്ങൾ തള്ളുമെന്നും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അതിന്റെ ചരിത്രം ആവർത്തിക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. മഹാനായ AKജിയെ പാർലമെന്റിലേക്ക് അയച്ച ഈ മണ്ഡലം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാർ പയ്യന്നൂർ മണ്ഡലത്തിലും 2ാം വട്ട പ്രചാരണം പൂർത്തിയാക്കി. സതീഷ് ചന്ദ്രൻ ഇന്ന് കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം. 3ാം വട്ട പ്രചാരണം പൂർത്തിയാകുന്നതോടെ LDF സ്ഥാനാർത്ഥിയുടെ പൊതുസ്വീകരണ പരിപാടികൾക്ക് സമാപനമാകും. ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രീപോൾ സർവേ ഫലം എന്ത് പ്രഖ്യാപിച്ചാലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മുന്നേറ്റം സുവ്യക്തമാണ്. ക്യാമറമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചറെ മണവാട്ടിയായി ആനയിച്ച് കണ്ണൂർ സിറ്റിയിലെ മൊഞ്ചത്തിമാർ. ഒപ്പനയും ദഫ്മുട്ടും കോൽക്കളിയുമാണ് കണ്ണൂർ സിറ്റി ശ്രീമതി ടീച്ചറെ സ്വീകരിച്ചത്.
വോട്ട് തേടിയെത്തിയ ടീച്ചർക്ക് ചരിത്രമുറങ്ങുന്ന പുരാതന പട്ടണം വീരോചിത വരവേൽപ്പാണ് നൽകിയത്. മാപ്പിളൈശൽ പെയ്തിറങ്ങിയ കല്യാണരാവിന്റെ ആരവത്തിലായിരുന്നു കണ്ണൂർ സിറ്റി. ഒപ്പനപ്പാട്ടിനൊപ്പം ചുവടുവച്ചാണ് സിറ്റിയിലെ മൊഞ്ചത്തികൾ ശ്രീമതി ടീച്ചറെ ആനയിച്ചത്. താളത്തിൽ കൈമുട്ടിപ്പാടി മണവാട്ടിയായി നാടിന്റെ വികസന നായിക. സായം സന്ധ്യയിൽ ചരിത്രമുറങ്ങുന്ന പുരാതന പട്ടണം ശ്രീമതി ടീച്ചർക്ക് നൽകിയത് വീരോചിത വരവേൽപ്പ്. കണ്ണൂർ സിറ്റിയെ ഇളക്കിമറിച്ച ഘോഷയാത്ര. റോഡിന് ഇരുവശവുമുള്ള വീടുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ വിജയാശംസകൾ. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാരമ്പര്യമുള്ള നാട് ഇടതുപക്ഷ വിജയത്തിനായി ഒത്തുചേർന്നത് മറ്റൊരു ചരിത്രമായി. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. തൊടുപുഴ നഗരത്തെ ത്രസിപ്പിച്ച മഹിളകളുടെ മഹാറാലി. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന റാലിയിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി തൊടുപുഴ മെർച്ചന്റ് ട്രസ്റ്റ് ഹാൾ പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത്. റാലിയിൽ തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വനിതകൾ അണിനിരന്നു. വിദ്യാർത്ഥിനികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റാലി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത്. റാലിക്ക് മുന്നോടിയായി മെർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ചേർന്ന LDF വനിതാ കൺവെൻഷൻ പ്രമുഖ സിനിമാ സീരിയൽ താരം ഗായത്രി ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ തുടച്ചു നീക്കി രാജ്യത്തെ സദ്ഭരണം കൊണ്ടുവരാൻ സ്ത്രീ സമൂഹം ജാഗ്രതയോടെ ഇടപെടേണ്ട കാലഘട്ടമാണിതെന്ന് ഗായത്രി പറഞ്ഞു. ഇടതുപക്ഷം വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ജാതി ചിന്തകളിലൂടെ പ്രത്യാരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ ചേരിതിരിവിലേക്ക് നയിക്കാനാണ് വർഗീയതയുടെ വക്താക്കളുടെ ശ്രമം എന്നും അവർ പറഞ്ഞു. വളരെ സംഘടനാപരമായി നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന വിജയം എന്നതിനുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായി തീരുന്നു ഒരു ബദൽ ഭരണ സംവിധാനം എന്നുള്ളത്. മഹിളാ സംഘം താലൂക്ക് പ്രസിഡന്റ് സുജാ ഷാജി അധ്യക്ഷത വഹിച്ചു. ഇടത് നേതാക്കളായ KP മേരി, VV മത്തായി, K സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാതികൾ തുടരുകയാണ്. അതായത് ഇന്നലെ ശശി തരൂർ പരാതി നൽകിയിരുന്നു. പ്രവർത്തകർ സഹകരിക്കുന്നില്ല, നേതാക്കൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിപ്പോൾ K മുരളീധരൻ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നാണ് മുരളീധരന്റെയും പരാതി. മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, അതായത് ഇവിടെ മുരളീധരനോട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ സഹകരിക്കുന്നില്ല വടകരയിലെ എന്നാണോ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്? മനു, നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് വടകരയിൽ മുരളീധരനും പരാതിയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ താഴെത്തട്ടുള്ള പ്രവർത്തകർക്കും വിവിധ തരത്തിലുള്ള പരാതികളുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആദ്യഘട്ടത്തിൽ K മുരളീധരനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് വടകര മണ്ഡലത്തിലെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ K മുരളീധരനെ വരവേറ്റതെന്ന്. വടകര റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നല്ല ഒരു സ്വീകരണം K മുരളീധരന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അത്രത്തോളം ആവേശകരമാവുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കുള്ളത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിറ്റിംഗ് MP ആയ ഒരു മണ്ഡലം കൂടിയാണ് വടകര. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ വളരെ കൃത്യമായ പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് നേരത്തെയൊക്കെ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നതോടുകൂടി അതിന്റെ ചിത്രമാകെ മാറിയിരിക്കുകയാണ്. മുഴുവൻ നേതാക്കളും വടകരയിൽ കേന്ദ്രീകരിക്കേണ്ട നേതാക്കൾ ഉൾപ്പെടെ വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിലുണ്ടായ ആവേശം പൂർണ്ണമായും തണുക്കുന്ന രീതിയിലേക്കാണ് വടകരയിലെ കാര്യങ്ങളെന്നാണ് ഇപ്പോൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിലയിരുത്തൽ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം K മുരളീധരന്റെ ഭാഗത്തുനിന്നും വലിയ അനുകൂലമായ ഒരു ആവേശകരമായ പ്രതികരണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കുണ്ട്. അവർക്ക് വിവിധ സ്ഥലങ്ങളിൽ പതിക്കുന്നതിനാവശ്യമായ ബൂത്ത് തലങ്ങളിൽ പ്രചാരണത്തിനാവശ്യമായ ഒരു തരത്തിലുള്ള സാമഗ്രികൾ ലഭിക്കുന്നില്ല, പോസ്റ്ററുകൾ ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ബോർഡുകൾ ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ താഴെത്തട്ടിലുണ്ട്. അതേസമയം മുരളീധരനാകട്ടെ തന്റെ കൂടെ പ്രാദേശിക പ്രവർത്തകർ, പ്രാദേശിക നേതാക്കൾ വളരെ സജീവമായി പങ്കെടുക്കുന്നില്ല എന്നുള്ള പരാതി K മുരളീധരനുമുണ്ട്. വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ വടകരയിലെ UDF നേതൃത്വവും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്.
കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനോടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോടും പരാതിപ്പെട്ടു എന്നാണ്, വാക്കാൽ പരാതിപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതുപോലെ വടകരയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും വടകരയിൽ പ്രവർത്തനം സജീവമല്ലാത്തതിലും മുല്ലപ്പള്ളി രാമചന്ദ്രനും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ അടുത്ത നേതാക്കളോടും വടകരയിൽ ചുമതലയുള്ള നേതാക്കളോടും മുല്ലപ്പള്ളി രാമചന്ദ്രനും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മനു, അവിടെയാണ് കുട്ടൻ ഈ പല അന്തർധാരകളും തെളിഞ്ഞു വരുന്നത്. നേരത്തെ തന്നെ കോടിയേരി അടക്കം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് വടകരയിൽ കോലിബി സഖ്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഈ RSSുമായുള്ള രഹസ്യധാരണകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള കൂട്ടുകെട്ടിന്റെ ഒക്കെ തുടർച്ചയായിട്ടാണോ നേതാക്കൾ ഈ പ്രചരണത്തിൽ സഹകരിക്കാതിരിക്കുകയും വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്? കോൺഗ്രസ് അവിടെ BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കി എന്നുള്ളതൊരു പരസ്യമായ കാര്യമാണ്. BJPയുടെ സ്ഥാനാർത്ഥി VK സജീവൻ എന്ന് പറയുന്നത് വളരെ അപ്രസക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് പൊതുവിൽ ഒരു വിലയിരുത്തലുമുണ്ട്. അദ്ദേഹത്തിന് അത്രത്തോളം വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ള സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് വടകരയിൽ പ്രത്യേക സാഹചര്യം നമ്മൾ വിലയിരുത്തേണ്ടത്. നേരത്തെ തന്നെ കോലിബി സഖ്യത്തിന് പേരുകേട്ട ഒരു മണ്ഡലമാണ് വടകര. എന്നിട്ട് അതിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ പോയാൽ പോലും കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആവേശം തണുത്തുറയുന്നു എന്നുള്ളത്. മറുഭാഗത്താകട്ടെ LDFന്റെ സ്ഥാനാർത്ഥി P ജയരാജൻ വളരെ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രചാരണ റാലികളിലും അതുപോലെ തന്നെ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒക്കെ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നു. ഇന്നലെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രചാരണ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ 10,000 ആൾക്കാരാണ്. മാധ്യമ പ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ K മുരളീധരനും പരാതി പറയുന്നു നേതാക്കൾ സഹകരിക്കുന്നില്ല എന്ന്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ശശി തരൂരും MK രാഘവനും ശ്രീകണ്ഠനും ഒക്കെ ഇത്തരത്തിൽ പരാതി പറയുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്രചരണത്തിന് നേതാക്കൾ പലരും സഹകരിക്കുന്നില്ല എന്ന്. തിരുവനന്തപുരത്ത് DCC സെക്രട്ടറിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരെ നമ്മൾ കണ്ടതാണ്. RSSുമായുള്ള രഹസ്യ ധാരണകളൊക്കെ നടക്കുന്നുവെന്ന്. അത്തരത്തിലുള്ള സൂചനകളാണോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? കോടിയേരി അടക്കമുള്ളവർ ആരോപിച്ചതുപോലെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് RSS രഹസ്യ ധാരണ ഉള്ളതായി തന്നെ നമ്മൾ മനസ്സിലാക്കണമോ? RSS രഹസ്യധാരണയുടെ മാത്രം പ്രശ്നമല്ല ഇത് പിന്നെ ഈ ശശി തരൂര് കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തിരുന്നല്ലോ. അതിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം തിരുവനന്തപുരത്ത് വന്നത് ഇതിന് പിന്നിൽ ഇപ്പോ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം പൊതുവിൽ അറിയാവുന്നതും രമേശ് ചെന്നിത്തലയും ശശി തരൂരോട് സംസാരിച്ചിരുന്ന മാസങ്ങളേറെ ആയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ മുല്ലപ്പള്ളി അവിടെ ചെന്നിട്ട് ശിവകുമാറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയാണ് തരൂർ, പ്രവർത്തിച്ചില്ലെങ്കിൽ സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു മറുവശമാണ് ഇപ്പോൾ വടകരയിൽ കാണുന്നത്. MK രാഘവന് പരാതിയുണ്ട്. ഇത് വടകരയിലേക്ക് എത്തുമ്പോഴേക്ക് സംഗതി കുറെ കൂടെ സങ്കീർണമാണ്. അത് പ്രശ്നം RSSുമായിട്ടുള്ള പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ കൂടുതൽ വസ്തുതകൾ ഉണ്ട് എന്നുള്ള വ്യാഖ്യാനം മാത്രമല്ല, അത് വസ്തുതയുമാണ്. അത് കൂടുതൽ വെളിവായി വരുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ ഈ തിരുവനന്തപുരവും വടകരയും മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ MK രാഘവൻ പരാതി പറഞ്ഞു, പാലക്കാട് ശ്രീകണ്ഠൻ പരാതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നൊരു സ്ഥിതി വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള അന്തർധാരകളുടെ ആരോപണങ്ങളിലേക്ക് കൂടുതൽ ഗൗരവം നൽകുകയാണ്. അതിന് ഗൗരവം മാത്രമല്ല, എന്തുതരം മുന്നണിയാണ് UDF എന്ന് പരസ്യമായി UDF ചോദിക്കുന്ന നിലയിലേക്കല്ലേ ഇപ്പൊ കാര്യങ്ങൾ മാറുന്നത്. ഇതെന്തുതരം മുന്നണിയാണ്? മുക്കൂട്ട് മുന്നണിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അതുമല്ല, ഇത് ഒരുതരം അവിയൽ പരുവത്തിലുള്ള കടവറങ്ങലാണ് എന്ന് വരെ UDF പ്രവർത്തകർക്കും ഇടത്തരം നേതാക്കൾക്ക് പോലും പറയേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഇന്നലെ ഞാൻ ആലപ്പുഴയിലെ ഒരു കോൺഗ്രസ് നേതാവുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു ടെലിഫോണിൽ. അദ്ദേഹം പറയുന്നത് ഇവിടെ നടക്കുന്ന എന്താണ്, ഇപ്പൊ വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ കേരളത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ. അവിടെ മാത്രമാണ് പ്രവർത്തകരെല്ലാം അങ്ങോട്ട് ഓടിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം RSSുമായിട്ടുള്ള പരസ്യ അഡ്ജസ്റ്റ്മെന്റിനെ പോലെയാണെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളാണ്. ആ പതനത്തിലേക്കാണ് കാര്യങ്ങൾ ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഈ BJPയെയും RSSനെയും എതിരിട്ട് ഭരണം പിടിക്കാൻ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ, നിർണായകമെന്ന് അവർ തന്നെ ഹൈക്കമാൻഡ് തന്നെ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി വരുന്നത് എന്നതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം, അല്ലെ ശ്രീ M ജയചന്ദ്രൻ? എന്തൊരു നാട്യമാണ് ഇതൊക്കെ വെറും നാട്യങ്ങളാണെന്നുള്ളത് ഓരോ നിമിഷവും ഓരോ ദിവസവുമല്ല, ഓരോ നിമിഷവും. ഇപ്പോ വേറെ ഉദാഹരണം നോക്കിയാൽ പിന്നെ UDFനെ അനുകൂലിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് 3 ദിവസം മുമ്പ് വയനാട്ടിൽ
വയനാട്ടിൽ, അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്, വയനാട്ടിൽ ഒരു ബൂത്തിൽ കയറിയിരുന്ന് ലൈവ് നടത്തുകയാണ്. അപ്പോ പ്രവർത്തകർ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ താഴെ തട്ടിൽ പോസ്റ്റർ പോലും കിട്ടിയിട്ടില്ല. ആരുടെ? ACC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ. ഓർക്കേണ്ടതാണ്, കിട്ടിയിട്ടില്ല. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന്. അപ്പൊ മറ്റുള്ള മണ്ഡലങ്ങളുടെ അവസ്ഥ ചോദിക്കേണ്ടതില്ലല്ലോ. ഇത് പിന്നെ RSSുമായിട്ടുള്ള ബാന്ധവം ഇതുവരെ രഹസ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വ്യക്തമാകുന്നു എന്നുള്ളതാണ് തരൂരിന് പിന്നാലെ മുരളീധരന്റെയും രാഘവന്റെയും ഒക്കെ പരാതിയുടെ ഉൾക്കാമ്പായിട്ട് ഇപ്പോൾ വർത്തിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ M ജയചന്ദ്രൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ P രാമഭദ്രൻ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ P രാമഭദ്രൻ, ശശി തരൂർ പരാതി പറയുന്നു, MK രാഘവൻ പരാതി പറയുന്നു, ഒപ്പം തന്നെ ശ്രീകണ്ഠൻ പരാതി പറയുന്നു. ഇപ്പോഴിതാ K മുരളീധരനും വലിയ വീരപരിവേഷം നൽകി കോൺഗ്രസ് വടകരയിലേക്ക് എത്തിച്ച K മുരളീധരനും പരാതി പറയുന്നു, എന്റെ കൂടെ പ്രവർത്തിക്കാൻ നേതാക്കളില്ല എന്ന്. എന്താണ് സത്യത്തിൽ കോൺഗ്രസുകാർ കാണിച്ചു കൂട്ടുന്നത്? നേരത്തെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ഈ കോലിബി സഖ്യം RSSുമായുള്ള ബന്ധം അതൊക്കെ ഉണ്ട് എന്ന തരത്തിൽ. എന്നാൽ രഹസ്യമായി നടന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരസ്യമാകുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്താണ് താങ്കൾ കരുതുന്നത്? ശ്രീ രാമഭദ്രൻ, പൂർണ്ണമായിട്ട് ശരിയല്ല. നേതാക്കൾ മാത്രമേ ഉള്ള അണികളായില്ലാത്തത്. അണികളില്ല, പ്രവർത്തിക്കാൻ താഴെത്തട്ടിൽ അണികളൊന്നും ഒരിടത്തും ഇല്ല. എല്ലാം നേതാക്കന്മാർ വരുന്നുണ്ട്, സെൽഫി എടുപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. പ്രവർത്തിക്കാൻ അണികളൊന്നുമില്ല. അണികൾക്ക് ആവേശം പകരാൻ ആർക്കും കഴിയുന്നില്ല. ഇപ്പം കേരളത്തിലെ 20 മണ്ഡലത്തിലും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ആവേശം പകരാൻ പറ്റുമോ? കോൺഗ്രസിനകത്ത് 10-25 വർഷമായിട്ട് കാണുന്ന ആളുകളെ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. 50 കൊല്ലത്തിന് മുമ്പ് കണ്ട ആളുകളെ തന്നെ 70-ലെ യുവാക്കളാണ് ഇപ്പോഴത്തെ യുവാക്കള്. അവരെ ഒന്നും ഇറക്കിക്കൊണ്ട് ഇവിടെ തള്ളിക്കൊണ്ട് നടന്നാലൊന്നും ചെലവാകാൻ പോകുന്നില്ല, ഒന്നും സമൂഹം അംഗീകരിക്കത്തൊന്നുമില്ല. ശ്രീ രാമഭദ്രൻ, അവിടെ ആരാണ് ഈ അണികൾക്ക് ആവേശം നൽകേണ്ടത്? നേതാക്കളാണ്. ആ നേതാക്കൾ വരുന്നില്ല എന്നാണ് ഈ സ്ഥാനാർത്ഥികളടക്കം പരാതി പറയുന്നത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂർ പരാതി പറഞ്ഞപ്പോൾ അതായത് പ്രവർത്തിച്ചില്ലെങ്കിൽ DCCക്കെതിരെ വരെ നടപടി ഉണ്ടാകും, കാരണം ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയാണ് തരൂർ എന്ന രീതിയിൽ മുല്ലപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് താക്കീത് നൽകി. എന്നാൽ ആ താക്കീതിനെ പോലും മറികടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ആ താക്കീത് നൽകിയിട്ടും ആരും വരുന്നില്ല. ഇവിടുത്തെ ഒരു DC സെക്രട്ടറി പറഞ്ഞോളൂ. മുല്ലപ്പള്ളിയുടെ താക്കീതിനൊന്നും വലിയ വില കൽപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഈ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നതെന്നാണ്. അവിടെയാണ് LDF അടക്കം ഉന്നയിക്കുന്ന, കോടിയേരി അടക്കം പറയുന്ന ആരോപണങ്ങൾ പ്രസക്തമാകുന്നത്. അവിടെ RSSുമായും മറ്റും രഹസ്യ ധാരണകളുണ്ട്. അതിന്റെ പുറത്താണ് മണ്ഡലങ്ങൾ എണ്ണി കോടിയേരി പറഞ്ഞിരുന്നല്ലോ. ആ മണ്ഡലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ പരാതി പ്രധാനമായും ഉയർന്നു വരുന്നത്. അപ്പോൾ ആ രഹസ്യധാരണ പരസ്യമായി പുറത്തേക്ക് വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എല്ലാം 50 മുതൽ 120 വരെ DCC ഭാരവാഹികളാണ് ഓരോ ജില്ലയിലും ഉള്ളത്. ഈ ആളുകളെ ഒന്നും വെച്ചുകൊണ്ടൊന്നും കോൺഗ്രസിന് ജനപിന്തുണ ഉള്ളവരൊന്നും ഇന്ന് കോൺഗ്രസിനകത്ത് വളരെ വിരളമാണ്. ഇവരെ വെച്ചുകൊണ്ടൊന്നും ഒരു പ്രവർത്തനവും നടത്താൻ പറ്റത്തില്ല. കോടിയേരി പറഞ്ഞതിനകത്തൊക്കെ കുറെ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഈ തരികിട പൊടിവിദ്യകളൊന്നും കൊണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. K മുരളീധരന്റെ പരാതിയും ശശി തരൂരിന്റെ പരാതിയൊക്കെ കഴമ്പുള്ളത് തന്നെയാണ്. അവിടെ ഒന്നും ആരും പ്രവർത്തിക്കുന്നില്ല. കോൺഗ്രസുകാർ പ്രവർത്തിക്കണമെന്ന് വരികയും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഞാൻ പിന്നെ അതിന്റെ കഥകളും ചരിത്രവും ഒന്നും ഇറക്കി വിടുന്നില്ല. ഞാൻ അവരെ സത്യത്തിന് ഞാനും കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഞാൻ ആ കഥകളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ നടക്കത്തുള്ളൂ. ഈ സെൽഫി എടുപ്പും പടവിടിയിലും മുദ്രാവാക്യം വിളിയിലും എല്ലാം ഒരു 15-20 പേരിൽ അകത്തുള്ള ഒരു കാര്യമുള്ളൂ. ബൂത്ത് തലത്തിൽ കയറാനും ഒന്നും വലുതായിട്ടൊന്നും ആളുകളില്ല. പണ്ട് ബൂത്ത് തലത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നവരൊന്നും ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഈ സ്ഥിതിയൊക്കെ അവര് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതുകൊണ്ട് കോടിയേരി പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടിയേരിയുടെ അഭിപ്രായത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഇവിടെ ഏറെ കൊട്ടിക്കൊഴിച്ചാണല്ലോ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധി വന്നാൽ ദക്ഷിണേന്ത്യയിൽ മൊത്തം തരംഗമായിരിക്കും എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്ന മറ്റൊരു പരാതി, നേതാക്കന്മാരെല്ലാം വയനാട്ടിലൂടെ പോകുന്നുണ്ട്, പക്ഷേ ബാക്കി ഒരിടത്തേക്കും ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആളുകൾ വരുന്നില്ല എന്നാണ്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വന്നത് ദക്ഷിണേന്ത്യയിൽ പോയിട്ട് മറ്റ് മണ്ഡലങ്ങളിലടക്കം നിങ്ങൾ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളും മറ്റും പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ കാര്യങ്ങൾ പോകുന്നത്? എന്നോടാണോ രാമോദരനോടാണോ? അതെ, താങ്കളോട് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഇപ്പം രാഹുൽ ഗാന്ധി കർണാടകത്തിൽ വന്നാലും ഇപ്പം കന്യാകുമാരിയിൽ വന്ന് മത്സരിച്ചായിരുന്നാലും ഈ ആളുകളെല്ലാം അവിടെ പോകും. ഈ നേതാവിന്റെ തിരുമുമ്പിലുള്ള ഫോട്ടോ എടുപ്പേ ഉള്ളൂ. അത് ഇന്നും ഇന്നലെ അല്ല. അത് കേരളത്തിൽ അതിന് തുടക്കം കുറിച്ചത്
ഉമ്മൻചാണ്ടിയാ. ഉമ്മൻചാണ്ടി വരുന്നിടത്തെല്ലാം 4 വർഷവും കുറെ ആണ്ണയും കൂട്ടി, കുറെ പടവും എടുത്ത്, കുറെ തെള്ളി, കുറെ സെൽഫി എടുത്ത് ഇങ്ങനെ നടന്നാലൊന്നും ഇത് കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് അവര് LDFന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപഠിക്കണം, ഓരോ സ്ഥലത്തും നടക്കുന്നത്. അത് നോക്കണം. അല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി ഇനിയിപ്പം ഇവിടെ നമ്മുടെ വയനാട്ടിലല്ല, ഇനി അദ്ദേഹം മംഗലാപുരത്തോ അല്ലെങ്കിൽ ഒരു കന്യാകുമാരിയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിലും ഈ ആളുകളെല്ലാം അങ്ങോട്ട് പോകും. ഈ ആളുകളെല്ലാം പോയി ഫോട്ടോ എടുപ്പാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു ജില്ല മാറി മത്സരിക്കുന്ന എത്രയോ സ്ഥാനാർത്ഥികൾ എടുത്ത് ആ ജില്ലയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോട്ട് പോയിരിക്കുന്നു. ശ്രീ മുരളീധരന്റെ മണ്ഡലത്തിലോട്ട് മുരളി ഗ്രൂപ്പിൽപ്പെട്ട എത്രയോ ആളുകൾ പോയി കിടക്കുന്നു. ശശി തരൂർ എന്ന് പറയുന്ന വലിയൊരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാവൊന്നുമല്ല. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവിടെ ആരും കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പോ രമേശ് ചെന്നിത്തല അവിടെ മൊത്തം ഹോൾസെയിൽ ഏറ്റെടുക്കാൻ പോകുന്നു പത്രത്തിൽ ഇന്ന് ഏതോ ചാനലിനകത്ത് കണ്ട്. രമേശ് ചെന്നിത്തല ഏറ്റെടുക്കട്ടെ, ആളുകളെ ഏറ്റെടുക്കട്ടെ. അതുകൊണ്ട് ഫീൽഡിലൊന്നും ജനങ്ങളിടയിൽ പോയി ഫീൽഡിൽ പ്രവർത്തിക്കാൻ ആളുകളില്ല. ഇതെല്ലാം ഫോട്ടോ എടുപ്പും സെൽഫി എടുപ്പുമായിട്ട് നടക്കുക. ഒരു പ്രകടനത്തിന് തന്നെ 20 or 25 ആളുകളെ കാണത്തുള്ളൂ. ഏതെങ്കിലും ഉന്നതനായ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരോ അല്ലെ അതിന്റെ തൊട്ട് താഴെ ഉള്ളവരോ ഒക്കെ വന്നാലേ ആള് കാണത്തുള്ളൂ. AK ആന്റണിക്ക് പോലും ഏറ്റവും വലിയ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന AK ആന്റണിക്ക് പോലും ഇപ്പൊ ആളുകളെ വാഹനത്തിനകത്ത് അടിക്കുക. അതാണ് സ്ഥിതി. അതുകൊണ്ട് ഈ സ്ഥിതിക്കൊക്കെ ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിനകത്ത് ഈ കോൺഗ്രസിന്റെ മനോഭാവത്തിൽ, പ്രവർത്തകരുടെ മനോഭാവത്തിൽ ആ അടിമുടി മാറ്റം ഉണ്ടായാലേ കഴിയൂ. ആ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഉമ്മൻചാണ്ടിയുടെ ഈ തരികിട പണിയങ്ങ് നടത്തണം. എവിടെങ്കിലും പോയി കുറെ ആണ്ണയും കൂട്ടി ഫോട്ടോയും എടുത്ത് ഇങ്ങനെ ഇട്ട് ഉരുട്ടി എല്ലാവരും എന്റെ 4 വശവും കഷ്ടത്തിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബാക്കിയുള്ളവരും അവരുടെ കൂടെ ആറിനെ കൂട്ടുന്നു. നേതാവ് റെയിൽവേ സ്റ്റേഷൻ വന്നാൽ എവർക്കൊക്കെ അവിടെ എന്തോ കാര്യം? ഞങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്നത് ഞങ്ങളാരും പെറ്റിയെടുക്കാനൊന്നും അവിടെ ആരെയും വരുത്താനും ഒന്നുമില്ല. ഞങ്ങളുമൊക്കെ 19 വർഷമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. റെയിൽവേ സ്റ്റേഷനിലെങ്ങും ആരും വരാറില്ല. ഇത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഏതെങ്കിലും യോഗത്തിന് വന്നാൽ അവിടെ സർവേ ആളുകളും സ്റ്റേജിലോട്ട് ഏത് സ്റ്റേജ് എപ്പോൾ ഒടിഞ്ഞു വീഴുന്നു എല്ലാവരും അത്രണ്ണം ചാവുമെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിലാണ്. ഓഡിയൻസിലുള്ളതിന്റെ 10 ഇരട്ടിയാണ് സ്റ്റേജിലിരിക്കുന്നത്. ഇങ്ങനൊന്നും കൊണ്ട് തന്നെ രക്ഷപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം ഇത് കൈരളി പീപ്പിൾ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇട്ട് ചർച്ച ചെയ്ത് ഇതങ്ങ് വിട്ടേര്. അതുകൊണ്ട് ശരി ശ്രീരാമഭദ്രൻ, താങ്കളുടെ മനസ്സിലാക്കുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മകഥമാണ് താങ്കളുടെ പുറത്തേക്ക് വന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. താങ്കൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിൽ നിന്ന് താങ്കൾക്കെതിരെ നിരന്തരം താങ്കളെ അധിക്ഷേപിക്കുന്ന രീതി അല്ലെങ്കിൽ താങ്കൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നതെന്ന് നമുക്കറിയാം. കുട്ടൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, ഇതൊക്കെയാണ് വടകര മണ്ഡലത്തിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ അവസ്ഥ വരെ ദയനീയമാണ്. മുല്ലപ്പള്ളി നേരിട്ട് DCCക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും കാര്യങ്ങൾ പഴയപടി തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ ചെന്നിത്തല നേരിട്ട് ഇതിന്റെയൊക്കെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ രഹസ്യധാരണകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പോകുള്ളൂ? ആ സന്ദേശമല്ലേ ഈ നേതാക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉള്ള പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺഗ്രസ് പാർട്ടി അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യങ്ങൾ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ മാറുന്നു. കേരളത്തിൽ വരുന്ന സ്ഥിതി വ്യത്യസ്തമല്ല. ഈ ഒരു ഘട്ടത്തിൽ വേണം നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ പരാതികൾ, ശശി തരൂരിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ പരാതിയുമായി വരുന്നു. മുരളീധരനെ പോലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ വളരെ കരുത്തുള്ള നേതാവാണ് K മുരളീധരൻ. അദ്ദേഹത്തിന് പോലും പരാതിയുമായി രംഗത്ത് വരുന്നു എന്ന് കാണിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തും തെരഞ്ഞെടുപ്പ് സംഘടനാ രംഗത്ത് കോൺഗ്രസ് വളരെയധികം ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു. പ്രവർത്തകർക്ക് ആവേശമില്ല. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരാശരായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥികളായി വന്നിട്ട് പോലും അവരുൾപ്പെടെ നിരാശയിലേക്ക് പോകുന്നു. അവരിൽ നിന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, എന്താണ് താഴെത്തട്ടുള്ള അണികൾ ചെയ്യേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ പോലും ലഭിക്കാതെയാണ് ഇപ്പോൾ വടകരയിലെ അണികളും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചു കൊടുത്ത നേതാക്കളാവട്ടെ അവർ വയനാട്ടിലേക്ക് പോകുന്നു, അവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് വേണ്ടി പോകുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് BJPയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് LDFനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് നേതാക്കൾ
ആ ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനു. പി വി കുട്ടനാട് വിശദാംശങ്ങൾ നൽകിയത്. പ്രവർത്തിക്കാൻ നേതാക്കളും പ്രവർത്തകരും ഇല്ലെന്ന് വടകരയിലെ സ്ഥാനാർത്ഥി കെ മുരളീധരനും പരാതി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശശി തരൂരും എം കെ രാഘവനും ശ്രീകണ്ഠനും അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഇത്തരത്തിൽ പരാതി പറഞ്ഞതാണ്. KPCCയിൽ നിന്ന് വരെ താക്കീത് വരെ ലഭിച്ചിട്ട് പോലും പല ഭാഗങ്ങളിലും പ്രവർത്തകരോ നേതാക്കളോ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഇറങ്ങാത്ത ഒരു ദയനീയമായ സാഹചര്യമാണ് കോൺഗ്രസിൽ ഉള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾ രഹസ്യമായെങ്കിലും സമ്മതിക്കുന്നു പലയിടങ്ങളിലും ധാരണയുണ്ട് RSS അടക്കമുള്ളവരുമായി. അതുകൊണ്ടൊക്കെയാണ് പലരും പ്രവർത്തനത്തിന് ഇറങ്ങാത്തത്. തിരുവനന്തപുരത്താണെങ്കിൽ അത് പരസ്യമായി വരുന്നു. ഇപ്പോൾ വടകരയിലും പണ്ടുതൊട്ടേ കോലിബി സഖ്യം നമുക്കറിയാം, അങ്ങനെ കുപ്രസിദ്ധി ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് വടകര. അതിന്റെ ആവർത്തനം വീണ്ടും ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് മുരളീധരന്റെ ഈ പരാതിയിൽ നിന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവേള. ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. മെയ് 30-നകം വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഇന്നലെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെ സുപ്രീം കോടതി തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ബോണ്ട് വാങ്ങിയതിന്റെ വിശദാംശങ്ങൾ, ഏതൊക്കെ ബോണ്ടുകളാണ് ലഭിച്ചത് എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാനാണോ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? മനു, മെയ് 15 വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വിവിധ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ സുപ്രീം കോടതിക്ക് മുദ്രവെച്ച കവറിൽ നൽകാനാണ് ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ നിയമസാധുത സുപ്രീം കോടതി പരിശോധിക്കുന്നത് വരെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഇപ്പോൾ നിർണായകമായ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മെയ് 15 വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 2017 ഫിനാൻസ് ബില്ലിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ നൽകണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ കോടതിക്ക് നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മെയ് 30-ാം തീയതിക്കകം തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സുപ്രീം കോടതിക്ക് നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ സാധുത പരിശോധിക്കുന്നത് വരെ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തിൽ സ്റ്റേ എന്ന ആവശ്യത്തെ കോടതി അംഗീകരിച്ചില്ല. അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും സ്റ്റേ ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ കോടതിക്ക് സമർപ്പിച്ച ശേഷം ഇത് സംബന്ധിച്ചുള്ള വിശദമായ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഏറെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 220 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ ആകെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിച്ചു എന്നാണ് കണക്ക്. അതിൽ തന്നെ 90% വരുന്ന ഫണ്ടും ലഭിച്ചത് BJPക്കാണ് എന്നുള്ളതും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള ഏറ്റവും കൃത്യമായി BJPയുടെ ഫണ്ടിങ്ങിന് മാത്രം ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായി ഇലക്ട്രൽ ബോണ്ടിനെ മാറ്റിയിരുന്നു കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് CPIM-ഉം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇലക്ട്രൽ ബോണ്ടിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ നടന്ന ഘട്ടത്തിൽ കോടതി ഇലക്ട്രൽ ബോണ്ടിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളാണ് ഉന്നയിച്ചത്. കള്ളപ്പണം ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കുന്നത് എന്ന കേന്ദ്ര സർക്കാർ വാദത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രൽ ബോണ്ട്. ശരി ശരത്ത്, ഞാൻ ശരത്തിലേക്ക് അല്പസമയത്തിനകം തിരികെ എത്താം. ഏതായാലും വാർത്തയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും അടുത്ത ബുള്ളറ്റിനിൽ അറിയേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം 11 മണി വാർത്ത കാണാം.